ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കൊച്ചു ചിന്ത പ്രാർത്ഥന കുടുംബത്തിൻ്റെ ഒത്തൊരുമ എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചാൽ സന്തോഷം ഇരട്ടിക്കും. നമുക്ക് പലപ്പോഴും പ്രാർത്ഥന വലിയ ഒരു ഭാരമായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ അവർ പതുക്കെ ഉറങ്ങാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ സന്തോഷകരമായ ഒരു തലം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുമിച്ചുള്ള കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരുമിച്ചുള്ള പ്രാർത്ഥന. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നാം ദൈവത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലുമല്ല. നാം നമുക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. അതുകൊണ്ടാണ് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കണമെന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് മാതാപിതാക്കളുടെ പ്രാർത്ഥന കണ്ട് കുഞ്ഞുങ്ങൾ വളരുകയാണ് വേണ്ടത്. നമ്മുടെ ജീവനും ജീവിതവും ജീവിത പങ്കാളിയും മാതാപിതാക്കളും മക്കളും ജീവിത സാഹചര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിന്നാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ദിവസവും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എളിമയുടെ ഭാവങ്ങളും ദൈവവിശ്വാസവും ദൈവാശ്രയ ബോധവും വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മാനസികമായ കഴിവുകളെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മവിശ്വാസവും വർദ്ധിക്കും. ദൈവത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവയെ നേരിടുവാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിന് ഉണ്ടായിരിക്കും. പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നു. രാവിലെ എണീറ്റതു മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറയുക. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുവാൻ നാം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ഐക്യബോധമുണ്ടാകും. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ഈശോ മിശിഹായിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി അതെല്ലാം തിരിച്ചറിഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കാൻ, പ്രാർത്ഥിക്കാൻ കുടുംബ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനാന്തരീക്ഷമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വൈദികരും സന്യസ്തരും ഉണ്ടാകുന്നത്. ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിന്റെ മംഗളങ്ങൾ ബഹുമാനപ്പെട്ട സാൻജോ അച്ഛനും ഡീക്കൻ ജെറിനും നേർന്നുകൊള്ളുന്നു. ആർസ് എന്ന ഗ്രാമത്തെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ മാനസാന്തരത്തിലേക്ക് വിശുദ്ധ ജോൺ മരിയ വിയാനി നയിച്ചതുപോലെ കളമ്പാട്ടുപുരമാകുന്ന കൊച്ചിടവകയെ കൂടുതൽ വിശ്വാസ തീഷ്ണതയിലേക്കും ദൈവാശ്രയ ബോധത്തിലേക്കും വളർത്തുവാനായിട്ട് സാൻജോ അച്ഛനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിന്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് നന്ദി. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വചനം സങ്കീർത്തനം 51:1. ദൈവമേ, അങ്ങയുടെ കാര്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മാറ്റി കളയണമേ.